കർത്താവിൽ പ്രിയരെ, ഇന്ന് 2020 ഏപ്രിൽ മാസം 26 വിശുദ്ധ ഞായറാഴ്ച ദിവസം പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ആരാധന നമുക്ക് ആരംഭിക്കാം. നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൃഷ്ടി വച്ച് ആലോചന തരുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും തീരാത്ത വേദനകളുടെ മധ്യത്തിലും കൈവിടാതെ സഹയാത്രികനായി ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന സ്വർഗീയ നാഥ, ഒരു വിശുദ്ധ ദിവസം കൂടെ കാണാനും ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് മുമ്പിൽ സ്തോത്രത്തോടെ ആരാധിപ്പാനും ശിഷ്ടായുസിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവേ നിന്നോട് അറിയിപ്പാനും ഞങ്ങളിതാ നിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിടാതെ ഞങ്ങളുടെ ആരാധനകളെ അവിടുന്ന് സ്വീകരിക്കണമേ. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ. തമ്പുരാനായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ പുതുക്കം പ്രാപിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളിലെ രോഗത്തിൻ്റെ ബന്ധനങ്ങളെ നീ അഴിച്ചു മാറ്റി തരണമേ. പൈശാചികൻ ഞങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെ യേശുവേ ഞങ്ങളിൽ നിന്ന് ദൈവം മാറ്റി തരണമേ. യേശു കർത്താവേ, ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ആയിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ വീണ്ടും ഒരു അവസരം കൂടി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഈ ആരാധന ആരംഭിക്കുന്നു. സർവ്വമാനോമഹത്വം അവിടത്തേക്ക് യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 96 പാട്ട് ഒരുമിച്ച് പാടാം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. ക്രിസ്തീയ ഗീതത്തിലെ 96 പാട്ട്. വന്ദനമേശുപര, നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരും നാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരും നാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്ന നിന്നുന്നതമാ
കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. തന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ. നിന്നുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടമേ സതതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കരുളാ പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവോ. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സതതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കു. ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കു. മന്നരിൽ മന്നവൻ നീ മനുകുലത്തിനു രക്ഷകരൻ നീ. മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധൻ നീയല്ലയോ. മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധൻ നീയല്ലയോ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോക ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ. വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരും നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാതിരും നാമത്തിനാദരവായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. ആരാധനക്രമത്തിൽ 7-ാമത്തെ പുറത്തിൽ കാണുന്ന 5-ാമത്തെ ലിത്താനി. ഓരോ അപേക്ഷയുടെ പിന്നാലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് സഭ വിനയമായി പറയുക. സ്തുതി ലിത്താനികൾ 5-ാം ഭാഗം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു.
അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്തെങ്കിലും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റവും വിനയമായിട്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും തെറ്റുകളും യേശുവിനോട് ഏറ്റുപറഞ്ഞ് തുറന്ന മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാനിതാ മനസ്സിലാക്കുന്നു. എൻ്റെ കുറവുകൾ കണക്കിടാതെ നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. എൻ്റെ പാപങ്ങളെ നീ മാറ്റിത്തരണമേ, എൻ്റെ തെറ്റുകളെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നമുക്ക് ധൈര്യത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിലെ 10ാമത്തെ പുറത്തിലെ 2ാമത്തെ പ്രാർത്ഥന ചേർന്ന് പറയാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോട് അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ അങ്ങ് ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാവലിയ കരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ആ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കർത്താവ് പറയുന്നു, എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാമോ? കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് നമുക്ക് വീണ്ടും ഒരു ആരാധനയിൽ പങ്കെടുപ്പാൻ ഭാഗ്യം കിട്ടി. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ എത്രയോ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നു. ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ ശാന്തമായിട്ട് ചിന്തിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. 14ാമത്തെ പുറത്തിലെ സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതൽക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനുമേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങൾ ഏൽപ്പിച്ച നാളുകളൊക്കെ ഈ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിലെ 130 പാട്ട് രണ്ടാമത്തെ പാട്ടായി നമുക്ക് പാടാം. എന്നാത്മാവിൻ സ്നേഹമേപ്പനെ എന്ന് തുടങ്ങുന്ന ക്രിസ്തീയ ഗീതത്തിലെ 130 പാട്ട്. എന്നാത്മാവിൻ സ്നേഹമേപ്പനെ എൻ ഹൃദയത്തിനാനന്ദമേ, ഇന്നു നിന്നോടു ചേരുവാൻ ഞാൻ വാഞ്ചയോടു സമീപിക്കുന്നേ. വേണം 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 പ്രാർത്ഥനയ്ക്കുത്തരം, ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. രക്ഷകനെ പിൻചെല്ലുന്ന ആത്മാവിനുള്ള അനുഗ്രഹങ്ങൾ അടിയാനുമരുളിയുന്ന അപ്പനെ കേട്ട പ്രാർത്ഥനകൾ വേണം 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 പ്രാർത്ഥനയ്ക്കുത്തരം, ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. പാപികൾക്കു നിൻ സ്നേഹത്തെ എൻ ക്രിയയാൽ ഞാൻ കാണിപ്പാ. കാൽവരി ചിന്തയാൽ മനസ്സേ അഭിഷേകിക്കപ്പോൾ ജയിപ്പാ. വേണം 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 പ്രാർത്ഥനയ്ക്കുത്തരം, ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. എൻ ജീവന്റെ ദിവസമല്ല നിൻ പാതയിൽ നടക്കാമെന്നോ ആഗ്രഹിച്ചെനിക്കുള്ളതല്ല തരുന്നേ ശക്തി തന്നിടണം. വേണം 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 പ്രാർത്ഥനയ്ക്കുത്തരം, ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. ദൈവമേ ഇഷ്ടമായതിനെ ഇപ്പോൾ കാണിക്ക ചെയ്യുവാൻ തയ്യാ. 84 സങ്കീർത്തനം പ്രതിവാക്യമായി പറയാം. സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു.
നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പറയാം. 22-ാമത്തെ പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള പാഠഭാഗം ശ്രദ്ധിപ്പിൻ. പഴയ നിയമ പാഠഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 18-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ കേൾപ്പിൻ. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിൻ കീഴിൽ ഇരിപ്പിൻ. ഞാനൊരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പ് അടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്നു. നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അബ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയും കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വച്ചു. അവരുടെ അടുക്കൽ വൃക്ഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. അവർ ഭക്ഷണം കഴിച്ചു. അവർ അവനോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന്, കൂടാരത്തിൽ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്ന് പോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്തു? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവമേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സുവിശേഷ പാഠഭാഗം വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 6 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക,
അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളാം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ഈ പാഠഭാഗം തുടർന്നുള്ള നമ്മുടെ വചന ധ്യാന നിമിഷങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തരട്ടെ. ആമേൻ. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശാന്തത നിറഞ്ഞതായ ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ഭവനങ്ങളിൽ ആണ് നാം ആയിരിക്കുന്നത് എങ്കിലും ഒരേ സമയത്ത് വിശ്വാസ സമൂഹമായി നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം, സ്വർഗം നമ്മെ കാണുന്ന സമയം, നമ്മുടെ ഭാരങ്ങളെല്ലാം ആ യേശുനാഥൻ്റെ പാദപിടത്തിലേക്ക്, സ്വർഗത്തിൻ്റെ പാദപിടത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു എന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സ്നേഹിതരെ. കണ്ണുനീരിന് ഫലമുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കണ്ണുനീരിന് ഫലമുണ്ട്. ആ കണ്ണുനീരെന്ന് പറയുന്നത് ഒരു മനുഷ്യന് മുമ്പിൽ വീഴ്ത്തുന്ന കണ്ണുനീരല്ല. എന്നാലോ ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വീഴ്ത്തുന്ന കണ്ണുനീരിന് ഒരു ഫലം ഉണ്ട്. കണ്ണുനീരോടെ, ഹൃദയം പൊട്ടി, ഹൃദയ നുറുക്കത്തോടെ ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ കഷ്ടകാലത്ത് ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് മാറിപ്പോകയില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. നീ ഒരിക്കലും ഭയപ്പെടരുത്. നീ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ചിന്തിച്ച് മനം കലങ്ങിപ്പോകരുത്. മനസ്സ് പൊട്ടിപ്പോകരുത്. നിന്റെ മനസ്സ് ഇളകിപ്പോകരുത്. നീ ഭയപ്പെടരുത്. നീ ഭ്രമിച്ചു നോക്കരുത്. ഞാൻ നിന്റെ ദൈവമാണ്. ഈ വാക്കുകൾ യേശു നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കാമോ? നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ ദൈവമാണ്. നീ ഭ്രമിച്ചു പോകരുത്. നിന്റെ മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങൾ എന്തായി തീരുമെന്ന് ചിന്തിച്ച് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. യേശു നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പ്രഭാതത്തിൽ, നീ ഭയപ്പെട്ടു പോകരുത്, ചഞ്ചലിച്ചു പോകരുത്. ഞാനാകുന്നവൻ ഞാനാണ്. ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തിക്കൊള്ളും. യേശുവിൻ്റെ ആ വാക്കുകൾ നമ്മൾ കേട്ടിരിക്കുകയാണ്. ധൈര്യത്തോടെ നമുക്ക് പറയാം, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ എന്നെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. ആ തമ്പുരാന്റെ പാദപീഠത്തിലാണ് ഞാൻ ശരണപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾക്കായിട്ട് യേശുവിനോട് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ കുടുംബത്തിന് നീ സമാധാനം തരണമേ അപ്പാ. എൻ്റെ കുടുംബത്തിന് നീ സമാധാനം തരണമേ കർത്താവേ. സമാധാനത്തിൻ്റെ പ്രഭു നമ്മെ സന്ദർശിക്കുകയാണ്. കർത്താവേ, എൻ്റെ രോഗത്തിൽ നിന്നുള്ള ഒരു ശാന്തി, ഒരു വിടുതൽ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? വ്യത്യസ്തമായ രോഗത്തിൻ്റെ ബന്ധനങ്ങളാൽ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുകയാണ്. 18 സംവത്സരം രോഗം ബാധിച്ച് സാത്താന്റെ ബന്ധനത്തിലായിരുന്ന ആ സ്ത്രീക്ക് വിടുതൽ നൽകിയ കർത്താവ് ഇന്ന് നമ്മുടെ അരികിൽ നിൽക്കുന്നുണ്ട്. 38 വർഷക്കാലം കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവ് ചോദിച്ചു, മനുഷ്യ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ എന്താണ് പറഞ്ഞത്? യേശുവേ, എനിക്ക് മനസ്സുണ്ട്, പക്ഷെ എനിക്ക് ആരുമില്ല, എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല അപ്പാ. നമ്മുടെ വേദനകൾ, നമ്മുടെ രോഗത്തിൻ്റെ കാഠിന്യത, ശരീരം നുറുക്കപ്പെട്ടതുപോലെ പലപ്പോഴും വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാം യേശുവിനോട് പറയാം. യേശുവേ, ഇതിന് പരിഹാരകനായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാമോ? നമ്മുടെ രോഗങ്ങളുള്ള ഭാഗത്ത് യേശുവിൻ്റെ കരം വയ്ക്കുകയാണ്. വിശ്വസിക്കാമോ? യേശുവിൻ്റെ കരം വയ്ക്കുകയാണ്. അവിടുന്ന്
അവിടുന്ന് പറയുകയാണ്, എൻ്റെ ആണിപ്പെടുന്നുള്ള കരം നിന്റെ പ്രയാസമുള്ള ഭാഗത്ത് ഞാൻ വയ്ക്കുന്നു, ക്രൂശിന്റെ അടയാളം വരച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് വിശ്വാസത്തോടെ തന്നെ, ധ്യാനത്തോടു കൂടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. മക്കളുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകം പറയുന്നു, ഒന്നിനെ കുറിച്ച് നീ മനസ്സ് കലങ്ങേണ്ട ആവശ്യമല്ല. നീ ചിന്തിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിന്റെ ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് സാധ്യമല്ല. ആകാശത്തിലെ പറവകളെ പൊറ്റുന്ന ദൈവം ആണ് ഞാൻ. നിന്റെ മക്കളുടെ ഭാവിയെ ഞാൻ കരുതിക്കൊള്ളും. അത് പ്രാർത്ഥിക്കുമ്പോഴേ എന്ത് ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത്, എന്ത് ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത്. സ്നേഹിതരെ, നമ്മുടെ മക്കളുടെ ഭാവി എല്ലാം കരുതുന്നവൻ നമ്മുടെ ഉടയവൻ, നമ്മുടെ കർത്താവ്. യേശുവേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ദാരിദ്ര്യത്തിലും വേദനകളിലും കൂടെ കടന്നു പോകുന്നവർ. ആരുമാരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ഏകാന്തതയോടെ എന്ന് കരയുന്ന എത്രയോ ജീവിതങ്ങൾ. ഒറ്റക്കിരുന്ന് കരഞ്ഞ് സങ്കടങ്ങളെ കടിച്ചമർത്തി സ്വയം ജീവിക്കുന്ന എത്രയോ ആൾക്കാർ. യേശുവാണ് ഇതിനെല്ലാം പരിഹാരങ്ങൾ. കർത്താവേ, നിന്റെ മക്കളുടെ ഭവനത്തിൽ നീ ഒന്ന് സന്ദർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനായി വിവാഹ നിശ്ചയം കഴിഞ്ഞ് പ്രാർത്ഥനയോടെ ഒരുങ്ങുന്നവർ, ഈ കാലഘട്ടത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ കർത്താവെ നന്നായിട്ട് ചെയ്യാനുള്ള ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാമോ? കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി യേശുവേ ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഇന്ന് വായിച്ച പാഠഭാഗം പഠിപ്പിച്ചുവല്ലോ. സാറായുടെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിൽ അവിടുന്ന് അതിശയം പ്രവർത്തിച്ച ദൈവമാണ് എന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വാക്കാണ് ഞാൻ ഇന്ന് പാഠഭാഗ വായനയിലൂടെ കേട്ടത്. സാറ പറയുകയാണ്, എൻ്റെ ദൈവത്തിന് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് തക്ക സമയത്ത് അനുഗ്രഹങ്ങൾ തരും. വിശ്വസിപ്പേ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുകയാണ്. വിശ്വസിപ്പേ. നമ്മുടെ തിരുസഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവകയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകർക്കായും എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കായും നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും COVID-19 എന്ന ആ രോഗാണുവിന്റെ ഭീഷണിയിലൂടെ നമ്മളും നമ്മുടെ ലോകം മുഴുവനും ഭാരത്തോടെ ഞരക്കത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാണ് കർത്താവെ ഇതിൽ നിന്നുള്ളൊരു വലിയ മോചനം എനിക്ക് കിട്ടുന്നത്? എനിക്കൊന്ന് പുറത്തിറങ്ങാൻ, എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, എനിക്ക് യാത്രകൾ ചെയ്യാൻ കർത്താവെ എന്നാണ് എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്? എൻ്റെ ആലയത്തിലേക്ക് എനിക്ക് ഓടിക്കൂടാൻ, എൻ്റെ സങ്കടങ്ങളെ എൻ്റെ ആലയത്തിൽ ചെന്ന് പറയാൻ യേശുവേ എനിക്ക് എന്നാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണല്ലോ, സമയങ്ങളാണല്ലോ. ആ മഹാമാരിയിൽ നിന്ന് എത്ര വേഗം ഒരു വിടുതൽ കിട്ടാൻ ഒരു മനസ്സോടെ ഒരുമിച്ച് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നും തന്നെ ഇല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് ആലോചിക്കുന്നു. ദൈവത്തിന്റെ ആലോചന അത് ശാശ്വതമായ ആലോചനയാണ്. ദൈവഹിത പ്രകാരം നിന്റെ മക്കൾ ഓരോ ആലോചനകൾ എടുപ്പാനും അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകാനും എത്ര വേഗം ഇതിൽ നിന്നുള്ളൊരു വലിയ ആശ്വാസം കിട്ടാനും യേശുവിനോട് ഹൃദയഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മനസ്സിന്റെ ഭാരങ്ങൾ, മനസ്സിന്റെ വിഷമങ്ങൾ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം ആൾക്കാർ അത് അനുഭവിക്കുന്നുണ്ടാകാം. മനസ്സിന്റെ വേദനകൾ, മനസ്സിന്റെ ഭാരങ്ങൾ. ആരോട് പറയും കർത്താവേ എൻ്റെ ഈ വേദന? യേശുവേ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ചിലപ്പോഴൊക്കെ. എൻ്റെ മനസ്സിന്റെ വേദനകൾ, എൻ്റെ മനസ്സിന്റെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ. അറിയുന്നവൻ നീ മാത്രമാണ്. എൻ്റെ ഉള്ളറിയുന്നവൻ എൻ്റെ കർത്താവ് മാത്രമാണ്. എൻ്റെ യേശുവേ, എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാമോ?
ഇന്ന് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കാമോ? എൻ്റെ ഉള്ളറിയുന്നവൻ എൻ്റെ കർത്താവ്, എൻ്റെ സങ്കടങ്ങൾ അറിയുന്നവൻ എൻ്റെ കർത്താവ്. അവനിൽ ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്. അവനിൽ ഞാനിതാ എൻ്റെ പ്രയാസങ്ങളെല്ലാം ഇറക്കി വയ്ക്കുകയാണ്. എന്നെ അവൻ കരുതിക്കൊള്ളും. എന്നെ വഴിയിൽ വച്ച് വിട്ട് കളയുകയില്ല. വഴിയിൽ വച്ച് വിട്ടേച്ച് പോകുന്നവനല്ല എൻ്റെ കർത്താവ്. എന്നെ അവൻ കരുതുന്ന ദൈവമാണ്. ആ വിശ്വാസത്തോടെ ആ വാക്കുകൾ എന്നെ വഴിയിൽ വിട്ട് പോകുന്ന ഒരു ദൈവത്തിന് മുമ്പിലല്ല ഞാൻ ആയിരിക്കുന്നത്. ആ വിശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, അതിൻ്റെ 2 ചരണം പാടി നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു, കണ്ണുനീര് അവൻ തുടയ്ക്കും. ഒരു വലിയൊരു പ്രസംഗത്തിന് അപ്പുറമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം ഈ പാട്ട്. നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കണം ഈ പാട്ട്. ഒരു വലിയ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഉപരി ഈ പാട്ടിലൂടെ നിശ്ചയമായിട്ട് നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കണം. അതിന് നമ്മൾ അർത്ഥവത്തായിട്ട് കണ്ണുകളടച്ച് മനസ്സുകൾ ഏകാഗ്രമാക്കി പാടിയേ പറ്റൂ. ഈ പാട്ടിലൂടെ നിശ്ചയമായിട്ട് നമുക്കൊരു ശക്തി കിട്ടും, ഉറപ്പാണ്. വിശ്വസിക്കുക. നമുക്ക് ചേർന്ന് പാടാമോ? എനിക്കായി കരുതുന്ന ഒരു കർത്താവ്. ആ പാട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ, വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാലവൻ സൗഖ്യം തരും, വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, അല്പസമയം ഞങ്ങൾക്കൊരു മനസ്സോടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, വാതിലുകൾ അടഞ്ഞു തീർന്നു എന്ന് തോന്നുമ്പോൾ, വഴി മുന്നോട്ടില്ല, ഇനി എന്തിനാണ് ജീവിതം കർത്താവേ എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്കായിട്ട് വഴി ഒരുക്കുന്ന ഒരു ദൈവം, ഇവിടെ പാടിയതുപോലെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാതെ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ച്, യേശുവേ സ്തോത്രം, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കായിട്ടുണ്ട് എന്ന് ഞങ്ങളത് പഠിപ്പിച്ചിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. രോഗങ്ങളാൽ ഭാരപ്പെടുമ്പോൾ കർത്താവേ, നിന്റെ വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമേ, ഞങ്ങളുടെ ജീവിതം അസ്വസ്ഥമാകുമ്പോൾ, ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥത കൊണ്ട് നിറയുമ്പോൾ വചനമയച്ച് തണുപ്പിക്കുന്ന ഒരു ദൈവം യേശുവേ ഞങ്ങൾക്കായിട്ട് ഈ പുതിയ ആഴ്ചയിൽ ഉണ്ട് എന്ന് ഞങ്ങളത് പഠിപ്പിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു
ഈ ഓരോ വാക്കുകളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു നാഥ. ഇന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനുള്ള കൃപ തന്നു, ഞങ്ങളത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നന്ദി. അവിടുത്തെ ആണിത്താഴ്ചയുള്ള കരവുമായി യേശുവേ ഞങ്ങളുടെ ശിരസിന്റെ മേൽ ആ കരം വെച്ച് ഞങ്ങളെ ക്രൂശിന്റെ അടയാള വരച്ച് മുദ്രയിട്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. അതുകൊണ്ട് പിശാചിന് ഞങ്ങളുടെ മേൽ അധികാരമില്ലല്ലോ കർത്താവേ. ഞങ്ങളെ തളർത്തിക്കളയുന്ന ചിന്തകൾക്ക് ഞങ്ങളുടെ മേൽ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ യേശു ഞങ്ങളുടെ ശിരസിന് മേൽ കുരിശിന്റെ അടയാള വരച്ചിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. അവിശ്വാസത്തോടെ ഞങ്ങളിതാ മുന്നേറുന്നു കർത്താവേ. അവിശ്വാസത്തോടെ ഞങ്ങളിതാ മുന്നേറുന്നു നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ യാചനകൾ അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങളുടെ സങ്കടങ്ങളെ ഇറക്കി വെച്ചിട്ട് ഞങ്ങളിതാ എഴുന്നേൽക്കുന്നു കർത്താവേ. ഞങ്ങളിതാ എഴുന്നേൽക്കുന്നു. ഞങ്ങളുടെ പിതാവിന്റെ പാദപീഠത്തിലാണ് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിച്ചത്. അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ എഴുന്നേൽക്കുന്നു നാഥ. അവിടുന്ന് പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയുടെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചന ധ്യാനത്തിന് മുന്നോടിയായി ക്രിസ്തീയ ഗീതത്തിലെ 502 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവെ നീ അറിയുന്നു. ക്രിസ്തീയ ഗീതത്തിലെ 502 പാട്ട് നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവമോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിന്നേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിന്നേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു
കർത്താവേ നീ അറിയുന്നു, അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു. കർത്താവേ നീ അറിയുന്നു. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ശക്തിയും പ്രത്യാശയും തരുന്ന കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ആരാധനയുടെ സമാപനമായി ഞങ്ങൾ അല്പസമയം വചനം ധ്യാനിക്കുമ്പോൾ ബലഹീനനായ അടിയനെ, കേൾവിക്കാരായ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അവിടുന്ന് കരങ്ങളിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം പ്രാർത്ഥനയോടുകൂടി പറയാനുള്ള കൃപ ബലഹീനനായ അടിയനെ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഒരാഴ്ച പിന്നിട്ടതിന് ശേഷം ആരാധനയിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ ദൈവം വേർതിരിച്ച് തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും വളരെ സുരക്ഷിതരായി ഭവനങ്ങളിൽ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ എല്ലാ ആവശ്യങ്ങളിലും അത്യാവശ്യമായി എല്ലാവരും പുറത്ത് തന്നെ ഉണ്ട്. അതും മറ്റൊരു സന്തോഷകരമായ കാര്യമാണ്, അല്ലേ? നമ്മുടെ ആവശ്യങ്ങളൊന്നും തന്നെ മുടക്കം കൂടാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സന്തോഷമായ കാര്യമാണ്. അത് ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അവസരമായിട്ട് നമ്മൾ കരുതുക. പ്രത്യേകാൽ ലോകത്തിൽ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നുള്ള വലിയൊരു മോചനം കർത്താവ് പൂർണ്ണമായി നമുക്ക് തരും, അത് സംശയമില്ല. എത്ര വേഗം നമ്മുടെ ആലയങ്ങളിൽ ഒരുമിച്ച് കൂടാനുള്ള അനുവാദവും ഭാഗ്യവും ഒക്കെ നമുക്ക് കിട്ടും. ആ വിശ്വാസത്തോടെ തന്നെ നമുക്ക് ആയിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവനാമത്തിലുള്ള എല്ലാ സ്നേഹവും എല്ലാ ദൈവകൃപകളും ഞാൻ ആത്മാർത്ഥമായി നേരുന്നു. ഇന്ന് വായിച്ചു കേട്ടതായ പഴയ നിയമ പാഠഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. അനന്തരം യഹോവ അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. മമ്രയുടെ തോപ്പ്, അതാണ് നമുക്കിന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു സമയം. അബ്രഹാമിന് ഒരു തോപ്പിൽ വച്ച് അഥവാ ഒരു തോട്ടത്തിൽ വച്ച് ദൈവം പ്രത്യക്ഷനാകുന്ന ഒരു പ്രത്യേക സ്വർഗീയ അനുഭവം. മമ്രെ എന്നത് ഒരു വ്യക്തിയുടെ പേരായിട്ടും ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ടും വേദപുസ്തകത്തിൽ കാണുന്നു. ഹെബ്രോനിലുള്ള ഒരു സ്ഥലമായിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മമ്രയുടെ തോപ്പ് എന്നത് ഏതാനും കരുവേലക വൃക്ഷങ്ങൾ വളർന്നിരിക്കുന്ന ഒരു വൃക്ഷക്കാവ് എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച്. ഒരു വൃക്ഷക്കാവ്, വൃക്ഷങ്ങൾ ഇടതൂർന്ന് വളരുന്നതായ ഒരു പ്രത്യേക അനുഭവം. അതുകൊണ്ട് തന്നെ തോപ്പ് എന്ന വാക്കിനെ തോട്ടമായും ചിത്രീകരിച്ച് പറയുകയാണ്. പ്രത്യേക കാലഘട്ടത്ത് തോട്ടമില്ലാത്തവർ വളരെ കുറവാണ്. വേദപുസ്തകത്തിൽ ഗെത്സമന തോട്ടം, ചീരത്തോട്ടം, നമ്മളിന്ന് പറയുന്നത് പോലെ മമ്രയുടെ തോപ്പ്, മമ്രയുടെ തോട്ടം, ഇതെല്ലാം ഇങ്ങനെ പലവിധമായ തോട്ടങ്ങൾ, തോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവും പ്രാർത്ഥനയ്ക്കായും ദൈവിക സംസർഗത്തിനായിട്ടും തിരഞ്ഞെടുത്തതും ഒരു തോട്ടമാണ്, ഒരു തോപ്പാണ്, ഗെത്സമന തോട്ടം. അപ്പോൾ ഈ തോപ്പിൽ വെച്ചാണ്, ഇപ്രകാരമുള്ള തോട്ടത്തിൽ വെച്ചാണ് സർവശക്തനായ ദൈവം
പൂർവപിതാവായ അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത് ഒരു തോപ്പിന്റെ അനുഭവത്തിൽ, ഒരു തോട്ടത്തിന്റെ അനുഭവത്തിലാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത്. ഒരു തോട്ടത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രത്യക്ഷമാകും എന്നാണ് ഇന്ന് പ്രസംഗം പറയുന്നതിൻ്റെ ചുരുക്കം. എന്താണ് ഈ തോട്ടത്തിന്റെ അനുഭവം, ഒരു തോപ്പിന്റെ അനുഭവം എന്നതാണ്? ആ അനുഭവം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രത്യക്ഷമാകും എന്നതാണ്. ദൈവത്തെ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഈ വാക്കുകൾ കേൾക്കുന്നില്ലല്ലോ. എല്ലാവരും ദൈവത്തെ ഇഷ്ടപ്പെടുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ മുമ്പിൽ ദർശനത്തിൽ നമുക്ക് കാണുമ്പോൾ, സ്വപ്നത്തിൽ കാണുമ്പോൾ, പ്രത്യക്ഷതയിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ ആ നാളുകൾ നമ്മൾ നോക്കി ഇരിക്കും, അയ്യോ എനിക്ക് ആ ഇഷ്ടപ്പെടുന്ന ആളിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു ഉണ്മയാണ് എന്നെയും നിങ്ങളെയും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതായ കർത്താവായ ദൈവം. ആ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുക എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമായ ഒരു കാര്യമാണ്. ആ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തോട്ടത്തിന്റെ ചില അനുഭവങ്ങൾ കൂടിയേ തീരും. എന്താണ് ഈ തോട്ടത്തിന്റെ അനുഭവങ്ങൾ? ഒന്നാമത്, ഒരു തോട്ടത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് വിളവിന്റെ അനുഭവമാണ്. ഒരു നല്ല തോട്ടം എന്ന് പറയുന്നത്, ഒരു തോപ്പ് എന്ന് പറയുന്നത് വിളവിന്റെ അനുഭവം, ഫലം കൊടുക്കുന്ന അനുഭവമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത് അധ്യായം നമുക്ക് ഇവർക്ക് സുപരിചിതമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ഇന്ദ്രിയജയം തുടങ്ങിയതായ ആത്മാവിന്റെ ഫലങ്ങൾ. ഉത്തമഗീതം 6-ന്റെ 11-ാമത്തെ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ തോട്ടത്തിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതിനും മുന്തിരിവള്ളി തളിർക്കുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കേണ്ടതിന് അക്രോത്ത് തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടെ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായ ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ഗലാത്യ ലേഖനത്തിൽ ചില ആത്മാവിന്റെ ഫലം കാണുകയാണ്. ഈ ഫലം ഞാനാകുന്ന തോട്ടത്തിൽ, നമ്മുടെ വീടാകുന്ന തോട്ടത്തിൽ, സഭയാകുന്ന തോട്ടത്തിൽ ഉണ്ടോ എന്ന് കാണാൻ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് നോക്കുകയാണ്. വിളവ് ആയോ എന്ന് നോക്കാൻ ദൈവം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിത അനുഭവത്തിലേക്ക്, ജീവിത തോപ്പിന്റെ അനുഭവത്തിലേക്ക്, ജീവിത തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും എന്നാണ് ഒന്നാമത് പറയുന്നത്. ഒരു വിളവെടുപ്പിന്റെ അനുഭവം, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം, വിളവ് സമൃദ്ധമായിട്ട് കൊടുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിലുണ്ട് എങ്കിൽ ദൈവനിശ്ചയമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. എന്താണ് വിളവ്, എന്താണ് കൊടുക്കേണ്ട ഫലം എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ അവിടെ കാണുകയാണ്. രണ്ടാമത്, തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, തോട്ടം എന്ന് പറയുന്നത് ഭംഗിയുള്ള ഒരു അനുഭവമാണ്. ഭംഗിയുള്ള അനുഭവമാണ്. നമ്മൾ വിനോദയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ചില കാടുകളുടെ ഇടയിലൂടെയൊക്കെ നടക്കുന്ന അനുഭവമുണ്ട്. തോട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടക്കുന്ന അനുഭവം, ചന്ദന മരങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന അനുഭവം, ഓറഞ്ച് മരങ്ങളുടെ ഇടയിലൂടെ, തോട്ടത്തിന്റെ ഇടയിലൂടെ നടക്കുന്ന ഒരു അനുഭവം എന്താണ്? മനസ്സിന് കുളിർമ തരികയാണ്. ഇപ്പൊ തോട്ടം എന്ന് പറയുന്നത് രണ്ടാമത് ഇതൊരു ഭംഗിയുടെ അനുഭവമാണ്. ഞാനും നിങ്ങളും ഒരു തോട്ടമാണ് എങ്കിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും ഒരു ഭംഗിയുള്ള ഒരു ജീവിതം നമ്മായിരിക്കുന്ന ചുറ്റുപാടിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഞാനും നിങ്ങളും ഏർപ്പെടുന്നതായ മേഖലകളിൽ, എന്റെയും നിങ്ങളുടെയും തൊഴിൽ മണ്ഡലങ്ങളിൽ, എന്റെയും നിങ്ങളുടെയും ശുശ്രൂഷ മേഖലകളിൽ, എന്റെയും നിങ്ങളുടെയും ജീവിത അനുഭവങ്ങളിൽ ഒരു ഭംഗിയുള്ള, ഒരു സൗന്ദര്യമുള്ള, ശരീരത്തിന്റെ സൗന്ദര്യമല്ലല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വഭാവങ്ങളുടെ നല്ലൊരു സൗന്ദര്യമുള്ള ഒരു ജീവിതം നമ്മായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതാണ്
ദൈവം പ്രത്യക്ഷപ്പെടുന്നതായ അനുഭവം. അതോടൊപ്പം തന്നെ ഒരു സൗരഭ്യം, ഒരു മണം പരത്തുന്ന അനുഭവം. ഭംഗിയിൽ നിന്നാണ് ഒരു മണം ഉണ്ടാകുന്നത്. ഭംഗിയുള്ളതായ ഒരു ചെടിയില് ഒരു പൂവിൽ ശരിക്കും മണമില്ലാത്ത പൂവായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, എന്ത് ഭംഗി, എന്ത് മണം. നമ്മെ നോക്കി പറയണം മറ്റുള്ളവർ, എന്ത് ഭംഗിയുള്ള ഒരു ജീവിതം, എന്ത് ചിട്ടയുള്ള ഒരു ജീവിതം, ആരെയും വേദനിപ്പിക്കാത്ത ഒരു ജീവിതം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതായ ഒരു ജീവിതം എന്ന് നിങ്ങളെ നോക്കി പറയുമ്പോൾ അതാണ് ഒരു ഭംഗിയുള്ള ഒരു ജീവിതം. പിറുപിറുപ്പില്ലാത്ത ഒരു ജീവിതം. ഇത് മതി, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ ഇത് മതി, എനിക്ക് തൃപ്തിയാണ് എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ള ഒരു ജീവിത അനുഭവം, ഒരു തോട്ടത്തിന്റെ അനുഭവം. അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃപ്തിയുള്ള ഒരു ഭംഗിയുള്ള ജീവിതത്തിലാണ് ദൈവം, ആ തോട്ടത്തിലാണ് ദൈവം പ്രത്യക്ഷമാകുന്നത്. മൂന്നാമത്, തോട്ടവുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ഘടകമെന്ന് പറയുന്നത്, ഏത് തോട്ടം നമ്മൾ നോക്കിയാലും അതിനെ നനയ്ക്കാനായിട്ട് ജലാശയം ഉണ്ടാകും, അരുവികൾ ഉണ്ടാകും തോട്ടത്തിനകത്ത്. അപ്പൊ തോട്ടവുമായി ബന്ധപ്പെട്ട ജലാശയമുണ്ട് എന്നർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം? തോട്ടം എന്നത് ഒരു നനവിന്റെ അനുഭവമാണ്. തോട്ടം എന്ന് പറയുന്നത് ഒരു നനവിന്റെ അനുഭവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായ ഒരു കാര്യം അവിടെ വിവരിക്കുന്നത്, ഉൽപ്പത്തി 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഏദനിലെ തോട്ടം നനയ്ക്കുന്നതിന് ദൈവം ഒരു നദിക്ക് രൂപം നൽകി 4 ശാഖകളായി പിരിഞ്ഞു. പീശോൻ, ഗീഗോൻ, ഇതേക്കൽ, ഫ്രാത്ത് എന്ന് പറയുന്ന 4 ശാഖകൾ. അപ്പോ തോട്ടവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു നദി ഉണ്ടെന്നാണ്, ഒരു നദിയുണ്ട്, ഒരു ജലാശയമുണ്ട്. ഇത് തോട്ടത്തെ മുഴുവനും നനയ്ക്കുന്നു, ഒരു കുളിർമ കൊടുക്കുകയാണ്, ഒരു നനവിന്റെ അനുഭവം. ഞാനാകുന്ന തോട്ടത്തിൽ ഒരു നനവിന്റെ അനുഭവമുണ്ടോ എന്ന് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. എന്താണ് എനിക്കുണ്ടാകേണ്ടുന്ന നനവിന്റെ അനുഭവം? എന്താണ് എനിക്കുണ്ടാകേണ്ടുന്ന ഈർപ്പത്തിന്റെ അനുഭവം? കർത്താവിന് കീഴ്പ്പെടുന്ന അവസ്ഥയാണ് ആ നനവ് എന്ന് പറയുന്നത്. ഒരു മനസ്സലിയുള്ള ഒരു ആർദ്ര മനോഭാവം, ഒരു ആർദ്ര മനോഭാവം, ഒരു മനസ്സലിയുന്ന ഒരു മനോഭാവം, ഒരു സഹതാപത്തിന്റെ മനോഭാവം. അതൊരു മനുഷ്യനിലെ നനവിന്റെ അനുഭവമാണ്. ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്ന ഒരു നനവിന്റെ അനുഭവം. ഞാൻ ഏതുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ പാദപീഠത്തിൽ കീഴ്പ്പെടുന്ന ഒരു നനവിന്റെ അനുഭവം. മഴയൊക്കെ പെയ്യുമ്പോൾ മനോഹരമായി നമ്മുടെ മുൻഭാഗത്ത് നിൽക്കുന്നതായ ചെടിയിൽ ഇതളങ്ങളിൽ മഴത്തുള്ളികൾ വന്നു വീഴുമ്പോൾ അത് തലകുനിക്കും, കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. മഴകൾ മാറി വെള്ളം മാറിപ്പോകുമ്പോൾ അത് വീണ്ടും അതിനേക്കാളും ശക്തിയോടുകൂടി ഉയരാൻ വേണ്ടി അത് കീഴ്പ്പെട്ടു കൊടുക്കുകയാണ്. ഒരു നനവിന്റെ അനുഭവം. ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടു കൊടുക്കുന്ന ഒരു തോട്ടമാണോ, ഒരു നനവിന്റെ അനുഭവമാണോ ഞാൻ നിങ്ങളും? അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ശമൂവേൽ പുസ്തകത്തിൽ പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ കേൾക്കുകയാണ്. ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്ന ശമൂവേലിന്റെ ഒരു നനവിന്റെ അനുഭവം. ആ ശമൂവേൽ അവിടെ രാജ്യത്ത് വലിയൊരു പദവിയിലേക്ക് എത്തിച്ചേർക്കപ്പെട്ടു. മറ്റൊരു കാര്യം നാലാമത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവിക ബന്ധത്തിന്റെ പ്രതീകമാണ് തോട്ടം. തോട്ടം എന്ന് പറയുന്നത്, തോപ്പെന്ന് പറയുന്നത് ദൈവിക ബന്ധത്തിന്റെ പ്രതീകമാണ്. പഴയ നിയമ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കനാന്യർ എന്ന് പറയുന്നതായ ഒരു വംശജരെ നമ്മൾ കാണാറുണ്ട്. കനാന്യർ തോട്ടങ്ങളിൽ പൂജാഗിരികൾ സ്ഥാപിക്കുകയും യാഗാർപ്പണം നടത്തുകയും ദിനം പ്രതി അവർ അങ്ങനെ ചെയ്യുമാറ് ഉണ്ടായിരുന്നു. തോട്ടങ്ങളിലാണ് പൂജാഗിരികൾ സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ തോട്ടത്തിനകത്ത് പൂജാഗിരികളെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ തോട്ടവുമായി ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തെയാണ് അവിടെ ഊട്ടി ഉറപ്പിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. നിരന്തരമായ ദൈവിക ബന്ധത്തിന്റെ ഒരു ഘടകമായിരുന്നു കനാന്യരെ സംബന്ധിച്ച് തോട്ടം എന്ന് പറയുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതമാകുന്ന തോട്ടം നിരന്തരമായ ദൈവിക ബന്ധത്തിന്റെ ഒരു അനുഭവമാകണം, ഒരു ജീവിതം ആകണം. ദൈവവും ഞാനും തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈ COVID-19 എന്ന രോഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ആലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, പ്രാർത്ഥനകൾ നടക്കുന്നില്ല.
ആരാധനകൾ നടക്കുന്നില്ല. അങ്ങോളം ഇങ്ങോളം പലരും ചിന്തിക്കുന്നത്, ഈ പ്രദേശത്തോ ഈ ദേശത്തോ ആരും അങ്ങനെ ചിന്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ചിന്തിക്കുന്നത്, ഇനി പള്ളി എന്തിനാണ്, പുരോഹിതൻ എന്തിനാണ്, പള്ളികൾ തോറ്റുപോയി, ശാസ്ത്രം ജയിച്ചുപോയി. പലയിടങ്ങളിൽ ആൾക്കാർ ചിന്തിക്കുകയാണ്. ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. ശാസ്ത്രമാണ് ജയിച്ചത്, ദൈവാലയങ്ങൾ തോറ്റുപോയി, ദൈവം തോറ്റുപോയി. ദൈവത്തിന്റെ പ്രത്യക്ഷത നിനക്കുണ്ടാകണമോ? നിന്റെ ജീവിതത്തിന്റെ കഠിന ശോധനയുടെ മധ്യത്തിലും നീ ദൈവവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായേ പറ്റൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം. ദൈവം തോറ്റുപോയി, ആലയങ്ങൾ എന്തിനാണ്, ശുശ്രൂഷകൾ എന്തിനാണ്, ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നേ ഉള്ളൂ. സ്വയം തൃപ്തി അടയാൻ മാത്രമേ പറ്റൂ. തോട്ടമെന്ന് പറയുന്നത് അത് ദൈവിക ബന്ധത്തിന്റെ പ്രതീകമാണ്. നിരന്തരമായ ഒരു ദൈവ സാന്നിധ്യം. ഞാനാകുന്ന തോട്ടത്തിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭവനങ്ങളിൽ നിന്നുള്ള ആരാധന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദൈവം പ്രത്യക്ഷമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിരന്തരമായിട്ട് നമ്മൾ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കുക, നിരന്തരം മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുക. അവിടെ നിശ്ചയമായി ദൈവം പ്രത്യക്ഷമാകണം. മറ്റൊരു കാര്യം, തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടിമാറ്റലിന്റെ അനുഭവമാണ്. ഈ തോട്ടം എന്ന് പറയുന്നത് വെട്ടിമാറ്റലിന്റെ അനുഭവം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13:9 ഇന്ന് നമ്മൾ പാഠഭാഗമായി വായിച്ചു. ഇവിടെ പറയുകയാണ്, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാം. തോട്ടക്കാരൻ എന്ത് ചെയ്യും? സാധാരണ പാഴ്വൃക്ഷങ്ങളെ വെട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട്, ഒരു വെട്ടിമാറ്റലിന്റെ അനുഭവം. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയം പോരല്ലോ. എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ശാന്തമായിട്ട് ഓരോ ദിവസവും ചിന്തിച്ചു നോക്കുക. ആവശ്യമില്ലാത്ത സംഗതികൾ എന്റെ ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും വെട്ടി മാറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം എന്റെ ജീവിതത്തിൽ, എന്റെ തോട്ടത്തിൽ ഉടനടി പ്രത്യക്ഷനാകും. അതിന് യാതൊരു സംശയമില്ല. ഒരു വെട്ടിമാറ്റലിന്റെ അനുഭവം. എന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കളകൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ, നല്ലതാണ് വളരേണ്ടത്, പക്ഷേ കള, ആവശ്യമില്ലാത്ത ഫലം കൊടുക്കാത്ത ചെടികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് ശ്രമിക്കാമോ? എനിക്കതിനെ ഒന്ന് വെട്ടി മാറ്റാനായിട്ട് എനിക്കൊന്ന് തയ്യാറാകാൻ പറ്റുമോ? വെട്ടിമാറ്റലിന്റെ അനുഭവമാണ് തോട്ടം. അവിടെയാണ് ദൈവം പ്രത്യക്ഷമാകുന്നത്. വീണ്ടും മറ്റൊരു കാര്യം പറയുന്നത്, ഈ തോട്ടം എന്ന് പറയുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ അനുഭവമാണ് തോട്ടം. ഏറ്റവും പ്രധാനമായി യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് ഗെത്സമന തോട്ടം. പ്രാർത്ഥനയുടെ ഒരു അനുഭവമാണ് തോട്ടം. പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലാണ് ദൈവം പ്രത്യക്ഷമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നഷ്ടം മുതൽ കൊണ്ടാടുക എന്നൊക്കെ സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയത് എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ്. നഷ്ടങ്ങളിലും പാടാൻ, കഷ്ടങ്ങളിലും പാടാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ അവിടെ പാട്ടായിട്ട് അദ്ദേഹം എഴുതി വച്ചേക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗം പറഞ്ഞപ്പോ ഒരു എക്സർസൈസ് നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്ര തന്നെ ശോധനകളും എത്ര തന്നെ കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടെങ്കിലും അത് വെറും 20% ചിന്തിക്കുകയും മറ്റ് 80% അതിന്റെ മധ്യത്തിൽ, അതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു പരിഹാരകനായ, ഒരു സഹായമായി ഉള്ള ഒരു ദൈവമുണ്ടെന്ന് 80% നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ആ ചിന്തയിൽ മാത്രമേ ദൈവം പ്രത്യക്ഷമാവും. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാർത്ഥനയുടെ അനുഭവം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ ആർക്കാണ് പറ്റാത്തത്? യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, കൂലിവേലകൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, വെറുതെ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുമ്പോൾ, പടിയിലിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മനസ്സുകൾ ദൈവത്തിങ്കിലേക്ക് പകരുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവമേ എന്നുള്ള ഒരു നെടുവീർപ്പ് സ്വരം, അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 24 മണിക്കൂറും അവന് പ്രാർത്ഥിച്ചുകൊണ്ടേ തന്നെ ഇരിക്കാം. ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലി. ജീവിതത്തെ തളർത്താൻ ചില ചിന്തകൾ കടന്നു വരുമ്പോൾ അവിടെ ദൈവമേ എന്ന് ഉള്ളിൽ ചിന്തിച്ചു തുടങ്ങുന്ന ആ പ്രാർത്ഥന, അവിടെയാണ്
ദൈവം പ്രത്യക്ഷനായി മകനെ നീ ധൈര്യപ്പെടുക എന്ന് പറയാനായിട്ട് പോകുന്നത്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ചുറ്റുവലയത്തിൻ്റെ അനുഭവമാണ് തോട്ടം. നോക്കണം, നമ്മുടെ തോട്ടങ്ങൾ എല്ലാം അതിനകത്തൊരു ചുറ്റുവലയത്തിൻ്റെ അനുഭവമാണ് തോട്ടം. കൃഷി നശിപ്പിക്കുന്ന ജന്തുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി കർഷകർ തോട്ടത്തിന്റെ ചുറ്റും വേലി അടിക്കുകയാണ്. കാരണം ഛിദ്രശക്തികൾ അകത്ത് കയറാതിരിക്കാൻ. ഒരു ദൈവഭയലായ നമ്മളെ സംബന്ധിച്ച് നാം ആകുന്ന തോട്ടത്തിൽ ഒരു ചുറ്റുവലയമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ പ്രസംഗമാണത്. എന്താണ് ആ ചുറ്റുവലയം? മിസ്രയീമിൽ ഇസ്രായേൽ ജനങ്ങളുടെ രക്തം തേയിച്ച് വേലി കെട്ടി കാത്തു സൂക്ഷിച്ചതായ ആ ചുറ്റുമതിൽ. മിസ്രയീമിൽ ദൈവമക്കളെ രക്തം തേയിച്ച് വേലി കെട്ടി കാത്തു സൂക്ഷിച്ച ആ ഒരു ചുറ്റുമതിൽ, ഞാനാകുന്ന തോട്ടത്തിൽ ആ ഒരു ചുറ്റുമതിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിയും നമ്മെ തകർക്കയില്ല. ദൈവം അവിടെ ഇറങ്ങി വരും. പ്രിയരെ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മമ്രയുടെ തോട്ടത്തിൽ വച്ച് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ നിന്ന ഇതാ മാറാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ കരച്ചിൽ തീരാൻ പോകുകയാണ്. നീ എത്രയോ വർഷങ്ങളായിട്ട് ഹൃദയത്തിൽ കൊണ്ടു നടന്ന നിന്റെ ആഗ്രഹം നിറവേറാൻ പോകുകയാണ്. തോപ്പിൽ വച്ച് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി പറയുകയാണ്, നിനക്കൊരു കുഞ്ഞ് ലഭ്യമാകാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തോട്ടത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാമോ? ദൈവം നമ്മുടെ ജീവിതങ്ങളിലും വന്ന് പ്രത്യക്ഷനായി ഇങ്ങനെ പറയും. എന്തു പറയും? മോളെ, നീ ഭയപ്പെടരുത്, ഞാനിത് നിന്റെ അരികിലുണ്ട്. നീ ഭ്രമിച്ചു പോകരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ നോക്കുക, എന്റെ കൈയൊക്കെ നിനക്ക് വേണ്ടി വേദന ഏറ്റെടുത്ത കൈയാണിത്. നീ സങ്കടപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഈ ദൈവം ഓരോ ദിവസവും പ്രത്യക്ഷനാകണം എൻ്റെ വീട്ടിൽ, എൻ്റെ കൊച്ചു ജീവിതത്തിൽ, എൻ്റെ കൊച്ചു തോട്ടത്തിൽ. അവിടെ പറയുകയാണ്, നിനക്കൊരു കുഞ്ഞ് ലഭ്യമാകും. അവിടെ സാറ ഒടുവിലായിട്ട് പറയുകയാണ്, എൻ്റെ ദൈവത്തിന് കഴിയാത്തത് എന്താണ് ഉള്ളത്? എൻ്റെ ദൈവത്തിന് കഴിയാത്തത് എന്താണുള്ളത്? ഈ പ്രസംഗം പറഞ്ഞ് തീരാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പാട്ടിൻ്റെ ഒരു ചരണം കൂടെ പാടാമെന്ന് വിചാരിക്കുകയാണ്. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. പ്രിയരെ, ഈ തോട്ടത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം പ്രത്യക്ഷനായി രാവും പകലും എൻ്റെയും നിങ്ങളോടും കൂടെ ഉണ്ട്. ആ നന്മകളാൽ, ആ അനുഗ്രഹ വാക്കുകളാൽ എല്ലാ നന്മകളും ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഇന്നും ഞങ്ങൾക്ക് പതിവ് പോലെ ഞങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം തന്നതിനായി സ്തോത്രം. പിതാവായ ദൈവമേ, നിന്റെ സന്നിധാനത്തിൽ ഞങ്ങൾ ഭയഭക്തിയോടുകൂടി ആണിരുന്നത്. ദൈവവചനം ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അബ്രഹാമിനുണ്ടായതുപോലുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷത എപ്പോഴും ഞങ്ങൾക്ക് നീ തന്നുകൊണ്ടിരിക്കണമേ തമ്പുരാനെ. ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങളുടെ മനസ്സിന് തോന്നുമ്പോൾ, ദൈവത്തെ പ്രത്യക്ഷതയിലൂടെ മുഖാമുഖമായി ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ആശ്വാസമാണ്, എന്തോ ഒരു സന്തോഷമാണ്. അബ്രഹാമിന് കിട്ടിയതുപോലെ ആ ഒരു വലിയ സന്തോഷം ദൈവത്തിന്റെ പ്രത്യക്ഷതയിലൂടെ ഞങ്ങൾക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കണമേ കർത്താവേ. ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ ആഴ്ച ജീവിതത്തിൽ അനുഗ്രഹമാക്കിയിരിക്കുക. സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും പ്രത്യക്ഷനായി കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളുടെ വേദനകളിൽ പ്രത്യക്ഷനായി മകനെ മകളെ നീ ധൈര്യപ്പെട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് വിശ്വസിച്ച് ഈ ആരാധന അവസാനിപ്പിക്കുകയാണ്. തമ്പുരാനെ, അതിന് ഇന്നത്തെ ആരാധന സഹായകരമാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ലോകമെമ്പാടും നിന്റെ സമാധാനം നൽകണമേ. എല്ലാ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കണമേ. മഹാരോഗത്തിൽ നിന്ന് ലോകത്തെ അങ്ങ് വീണ്ടെടുത്ത് രക്ഷിക്കണമേ. അവിടുത്തെ രക്തം ഒന്ന് തളിച്ച് വിശദീകരിക്കണമേ നാഥ. ഞങ്ങളുടെ പുതിയ ആഴ്ച ഏറ്റവും അനുഗ്രഹിച്ച് തന്നിരിക്കുകയാണ്. നന്ദി. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ആലോചനകൾ, ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമേ. ആരാധനയിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളോട് പൊറുക്കണമേ അപ്പാ. ഇതിൽ ഉചിതമായി നിന്നെ ആരാധിപ്പാൻ വരുന്ന ആളുകളിൽ ഞങ്ങളെ സഹായിക്കണം. വീണ്ടും ഞങ്ങൾ കാണുവോളം അതത് ഭാഗങ്ങളിൽ ഭദ്രമായിട്ട് കാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പേ. നിങ്ങളെല്ലാവരും സമാധാനപ്പെടുവീൻ. നിങ്ങളാരും ഭയപ്പെടരുത്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭ്രമിക്കുകയും അരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സഹവാസവും കർത്താവിൽ പ്രിയരെ നമ്മുടെ എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.